ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ബുൾസ് ശക്തി പ്രാപിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വാറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുതിയതായിട്ട് വരുന്നുണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ അപ്ഡേറ്റ് ഉള്ളത്, ഈ ഒരു യുദ്ധത്തിന് മധ്യസ്ഥത വഹിക്കാനായിട്ട് നെഗോഷിയേഷൻ ചെയ്യാനായിട്ട് റഷ്യയും തയ്യാറാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ഇറാന് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരാഗ്രഹിക്കുന്നില്ല, ഈ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ തീർക്കും എന്ന് ട്രംപും പറയുന്നുണ്ട്. ഈ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് ഒരു അപ്സൈഡ് പോകുന്നില്ല. കാരണം അവിടെ ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്യുന്നുണ്ട്, ടെക്ക് സെൽ ഓഫ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ US മാർക്കറ്റുകളിൽ ഒരു സെൽ ഓഫ് ആണ് കണ്ടുവരാം. ഏറ്റവും താഴെ ഡോ ഇടിഞ്ഞിരുന്നു, നാസ്ഡാക്ക് ഇടിഞ്ഞിരുന്നു. മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എന്ന നെഗറ്റീവിലാണ്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4473, സിൽവർ 73, ബിറ്റ്കോയിൻ 76,000 ബ്രൻ്റ് ഓയിൽ 111 കടന്നു, നാച്ചുറൽ ഗ്യാസ് 3 കടന്നു. നിഫ്റ്റി ഫ്യൂച്ചർ 23,605 ഗിഫ്റ്റ് നിഫ്റ്റി 23,433 നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് കാണുന്നത്. ഡോ ഫ്യൂച്ചറും നെഗറ്റീവിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസ്സിലാണ്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു. വിപ്രോ ICICI HDFC തന്നെ ഇടിഞ്ഞിരുന്നു. HDFC ഇടിഞ്ഞിരുന്നെങ്കിൽ കൂടിയും തിരിച്ച് കയറിയിട്ടുണ്ട് എക്സ്റ്റൻഡ് അവേഴ്സിൽ. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റ് ഫ്യൂച്ചർ നെഗറ്റീവാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്. എന്നാൽ വാറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ പ്ലസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ജയ് ഭാരത് മാരുതി നെറ്റ് പ്രോഫിറ്റ് 19 കോടി രൂപയിൽ നിന്ന് 78 കോടി രൂപയിലേക്ക് ഉയർത്തി. PNC ഇൻഫ്ര 75 കോടി രൂപയിൽ നിന്ന് 108 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. പ്രിൻസ് പൈപ്പ് 24 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് ഉയർന്നു. ഷൈലി എഞ്ചിനീയറിംഗ് കമ്പനി 28 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗോദാവരി പവർ 220 കോടി രൂപയിൽ നിന്ന് 280 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. BPCL മിക്സഡ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇയർ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 3,191 കോടി രൂപ. എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 57% ഒരു കുറവുണ്ട്. ഡ്രഡ്ജിൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ കമ്പനി 21 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മയൂർ യൂണിക്കോർ കമ്പനി 35 കോടി രൂപയിൽ നിന്ന് 60 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. PTC ഇന്ത്യ 340 നിന്ന് 105 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. മാൻകൈൻഡ് ഫാർമ 425 നിന്ന് 560 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കർണാടക ബാങ്ക് 250 നിന്ന് 400 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. PE ഇൻഡസ്ട്രീസ് 330 നിന്ന് 200 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സുല വൈനിയാടിൻ്റെ ഈ CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് കാണാം 23,600 റേഞ്ചിലാണ്. 24,000 കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്. 24,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു എക്സ്പയറിയിൽ. സപ്പോർട്ടായിട്ട് 23,500 23,000 ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നത്. പൊതുവേ ഈ പുട്ട് കോൾ റേഷ്യോ 1 ആണ്. പൊതുവെ ആളുകൾ സ്ട്രാഡിലല്ല തന്നെ ഒരുപാട് പൊസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കൺസോൾട്ടേഷനാണ് പൊതുവേ ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഡൗൺ സൈഡ് റിസ്ക് കുറവാണെന്നുള്ളതാണ് ഈ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ നിഗമനം. പക്ഷേ പെട്ടെന്നൊരു ഫോളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹെഡ്ജ് ചെയ്യാതെയുള്ള പൊസിഷൻ വളരെയധികം റിസ്ക്കാണ്. ട്രംപ് ഇത് പറയും, പിന്നീട് മാറ്റി പറയും. അതുകൊണ്ട് തന്നെ കോഷ്യസ് ആവുക. വൈഡ് കാണാം. താങ്ക് യു ഓൾ.